ഹലോ ഗായ്സ്, വെൽക്കം ടു ഓഗി ഗെയിംസ്. നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് നോവ പറഞ്ഞ ഇതിൻ്റെ തന്നെ പാർട്ട് 2 ആണ്. ഞാനിന്ന് ഇടാമെന്നൊക്കെ പറഞ്ഞു, പക്ഷെ മറന്നുപോയി. പിന്നെ ഇപ്പോഴാണ് ഓർമ്മ വരുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഒരുപാട് പറഞ്ഞ് ബോറടിപ്പിക്കാൻ നമുക്ക് നേരെ കളിയിലേക്ക് പോകാം. അപ്പോൾ ഇതാവുണ്ട്. അപ്പോൾ നമ്മളിതാ കയറിയിട്ടുണ്ട്. ഇനി ലൈക്ക് സബ്സ്ക്രൈബും കമൻറ്റൊക്കെ ചെയ്യാത്തവരൊന്ന് ചെയ്യുക. പിന്നെ ഒരു നല്ല സപ്പോർട്ട് ചെയ്യുക. കഴിഞ്ഞ വീഡിയോ ഇട്ട് എനിക്ക് നല്ല സപ്പോർട്ട് കിട്ടി, എല്ലാവർക്കും നല്ല താങ്ക്സ്. പിന്നെ സബ്സ്ക്രൈബേഴ്സൊന്നും അത്ര കൂടിയിട്ടില്ലെങ്കിൽ വ്യൂസ് നല്ല കൂടിയിട്ടുണ്ട്. ഞാൻ മരിച്ചു, രാത്രിയായിരുന്നു അറിയില്ല. ഞാൻ കയറിയത് മരിച്ചു. അവിടെ എവിടെയെങ്കിലും പോയി സ്പോണാവോ എന്നാണ് എൻ്റെ സംശയം. അവിടെ എവിടെയോ ഒന്ന് സ്പോണായി. എനിക്ക് തിരിച്ചുകൊണ്ട് വഴിയൊക്കെ അറിയാം, അത് വേറെ കാര്യം. നമുക്ക് അതിൽ കൂടെ എന്തോല്ലോ പോണ്ട്. ഇവിടെ എവിടെ ഒരു കേവൊക്കെ ഉണ്ട്. നേരെ നോക്കട്ടെ. എടാ നമ്മളെ ഇതേത് സ്ഥലം? ശരി, നമുക്കതായാലും ഇപ്പോൾ ആ വഴിയൊന്ന് പോവാം. നമ്മുടെ വില്ലേജ് സാധനങ്ങളും പോയി നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും നമുക്ക് ഇതിൽ കൂടെ പോവാം. എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി. അപ്പോൾ സപ്പോർട്ടിൻ്റെ കാര്യം, നിങ്ങൾക്ക് നല്ല വ്യൂസ് ഉണ്ടായിരുന്നു, എനിക്ക് അതിന് നല്ല വ്യൂസ് കൂടി. പിന്നെന്താ, അതൊക്കെ എത്തി, നമ്മൾ കേവെത്തി. അപ്പോൾ ഇനി വഴി ശരിയാണ്. അപ്പോൾ ഇനി നല്ല വ്യൂസ് കൂടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ലൈക്കും കുറച്ച് പേര് അടിച്ചു, പക്ഷെ സബ്സ്ക്രൈബേഴ്സ് അത്ര കൂടിയിട്ടില്ല. അപ്പോൾ ഇനി മാക്സിമം നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് അടിക്കാൻ നോക്കുക. സബ്സ്ക്രൈബ് അടിച്ചിട്ടുള്ള എൻ്റെ ഇക്കാൻ്റെയും താത്താൻ്റെയും ഉമ്മാൻ്റെ ഫോണിൽ നിന്ന് മാത്രം. അപ്പോൾ സബ്സ്ക്രൈബ് അടിക്കാൻ ഒന്നടിക്കൂ പ്ലീസ്. സബ്സ്ക്രൈബ് അങ്ങനെ ആരും അടിച്ചിട്ടില്ല. ഇപ്പോഴും എൻ്റെ 3 സബ്സ്ക്രൈബറാണ്. അതാണെങ്കിൽ എൻ്റെ ഉമ്മയും താത്തയൊക്കെയും അത്ര തന്നെ ഉള്ളൂ. ഓക്കെ, അപ്പോൾ പറഞ്ഞില്ല. ഇനി നമുക്ക് നമ്മുടെ സാധനങ്ങളൊക്കെ പോയി എടുക്കണം. നമ്മളിപ്പോൾ ഒരു PC-യിൽ ജാവ എഡിഷനൊക്കെ കളിക്കണമെങ്കിൽ നമ്മളിപ്പോൾ ഒരു സേവ് ആൻഡ് കിറ്റ് അടിച്ചു വിചാരിക്കും ഏതെങ്കിലും ഒരു വേൾഡിൽ. എടാ എൻ്റെ സാധനങ്ങളൊക്കെ പോയി. അപ്പോൾ ജാവ എഡിഷൻ, അതായത് PC-യിലൊക്കെ കളിക്കുകയാണെങ്കിൽ ഇങ്ങനെ നമ്മൾ മറ്റേ ബാക്ക് അടിച്ചാൽ നമ്മൾ അതേപോലെ തന്നെ നിൽക്കും, വലിയ ഒന്നും അനങ്ങൂല. പക്ഷെ ബെഡ് റോക്ക്, അതായത് മൊബൈൽസിലൊക്കെ കളിക്കണമെങ്കിൽ നമ്മളിപ്പോൾ സേവ് ആൻഡ് കിറ്റൊക്കെ അടിച്ചിട്ട് പോയാൽ എന്തായാലും അവിടെ എന്തെങ്കിലുമൊക്കെ അതെല്ലാം നടക്കും. അതുകൊണ്ട് ഏതെങ്കിലും വീട്ടിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നിൽക്കാൻ നോക്കുക, അതാണ് ഏറ്റവും നല്ല കാര്യം. അതായത് സാധനങ്ങൾക്ക് ഇവിടെയാണ്. ഓക്കെ, എൻ്റെ എല്ലാം അവിടെ തന്നെ ഉണ്ട്. കിട്ടി എല്ലാം കിട്ടി. എൻ്റെ ബെഡ് ഇനി നമുക്ക് നമ്മുടെ ആർമർ ഇടാം. ഓക്കെ, ഇനി നമ്മുടെ ടൂൾസൊക്കെ നമ്മുടെ കൈക്ക് എടുക്കാം. ഇത് ഇടിരിക്കട്ടെ. ഇനി ഇത് വെച്ചിട്ട് എനിക്കൊരു ബക്കറ്റ് ഉണ്ടാക്കണം. ബക്കറ്റിൻ്റെ ആവശ്യമുണ്ട്, കാരണം നമ്മളിപ്പോൾ എന്തായാലും ഇപ്പോൾ ഇവിടെ നിന്ന് പോകാൻ പോകുന്നു. ഇനി അവിടെ ഒരുപാട് നിൽക്കണില്ല. ഇവിടെയൊക്കെ നമ്മൾ ഏകദേശം ലൂട്ട് ചെയ്തു. അപ്പോൾ ഒരു ബക്കറ്റ് ഉണ്ടാക്കാം. ഓക്കെ, ഒരു ഷെയർ ഉണ്ടാക്കണം. വേണ്ട, ഒരു 2 അയൺ ബാക്കിയുണ്ട്. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ എടുക്കാനുണ്ട്. ഇനി എന്തെങ്കിലുമൊക്കെ താഴേക്ക് തന്നെ തെറിച്ചുകൊണ്ട് പോകും. ശരിക്കും അല്ല, പടക്കം പൊട്ടിച്ച പോലെ ആയിരിക്കും. ഇവിടെ അടുത്ത് അയൺ ഗോൾ സ്പോണായില്ല. അയൺ ഗോൾ സ്പോൺ ചെയ്യണമെങ്കിൽ ഒന്നുകൂടെ അവനെ കൊന്ന് കുറച്ചുകൂടെ കിട്ടുമായിരുന്നു. അപ്പോൾ സ്പോണായിട്ടില്ല. അതുകൊണ്ട് നമുക്ക് എളുപ്പ വഴി പ്രയോഗിക്കാം. എൻ്റെ വീട്ടിൻ്റെ ഉള്ളിൽ നമുക്ക് അതിക്രമിച്ച് കയറാം. അയ്യേ, വീട്ടിൻ്റെ ഉള്ളിൽ കൊണ്ടുമില്ല, വെറുതെ ഇടുകയും. അപ്പോൾ നമുക്ക് എന്തായാലും ഇത്ര സാധനങ്ങളൊക്കെ മതി. ഇവിടെ വലുതായിട്ടൊന്നും ഇല്ല. ഈ വെള്ളം നമുക്ക് ആവശ്യം വരും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ. പിന്നെ എനിക്ക് ഏറ്റവും വിഷമം എന്ന് പറയുന്നത്, നേരത്തെ ഒരു സോംബി കൊന്നിട്ടുണ്ടായിരുന്നു. ആ ടൈം എൻ്റെ ബ്രെഡെല്ലാം കഴിച്ചു പോയി. അപ്പോൾ അവിടെ നിൽക്കുന്ന ഒരു വില്ലേജർ ആ ബ്രെഡ് മൊത്തം എടുത്തു.
മൊത്തം പറഞ്ഞാൽ 2 സ്റ്റാക്ക് 2.5 സ്റ്റാക്ക് എൻ്റെ ബ്രെഡ് പോയി. ഫുൾ മൂഞ്ചിയ അവസ്ഥ. അത്രയും കഷ്ടപ്പെട്ടൊന്നുമില്ല. ഇവന്മാരുടെ സാധനം കട്ടെടുത്താന്ന്. എന്നാലും നമുക്കൊരു പറയുന്നത് ഒരു പാവം പട്ടി പാണ്ടിനെ അടിച്ച് നമ്മളെ കൂട്ടത്തോടെ തല്ലു. നോ മൈൻഡ്. എന്ത് പറഞ്ഞു? അതെൻ്റെ അടുത്ത് ദേഷ്യപ്പെടും പറഞ്ഞു. അടിപ്പോ അവിടെ ഒരു മോൺസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നോ? ഓ ഡ്രൗൺ ഉണ്ടായിരുന്നു. പെട്ടെന്ന് എൻ്റെ വേറെ ബെഡ് അപ്പോൾ എനിക്കോ അവിടെ പോയിട്ട് എൻ്റെ ഒരു ബെഡ് എടുക്കണം. ഓക്കെ നോ മൈൻഡ്. ചടി നീന്തിക്കോ. ആരും മേടിക്കണ്ട. ഇഷ്യൂ. ഓക്കെ നീ ബെഡും കൂടെ എടുക്കാം. ആവശ്യം വരും. ഇനി നമുക്ക് ഒരു ബോട്ട് ഉണ്ടാക്കാം. എന്നാലും മര്യാദക്കൊന്ന് തുഴഞ്ഞു പോകാൻ പറ്റും. അതുകൊണ്ടൊരു ബോട്ട്. ഒരു ലാഗ് ഇപ്പോഴും ഉണ്ട്. നല്ലൊരു ഡിവൈസ് അല്ല എൻ്റെ ആണ്. എന്നാലും ഇതിൽ അത്രയ്ക്ക് സ്റ്റോറേജ് ഒന്നുമില്ല. അതുകൊണ്ട് പെട്ടെന്ന് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് നല്ലൊരു ഫേമസ് ആയി യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടി ഒരു നല്ല PC സെറ്റപ്പൊക്കെ ബിൽഡ് ചെയ്ത് അങ്ങനെയൊക്കെ വീണ്ടും യൂട്യൂബ് ചാനൽ തുടങ്ങിക്കോണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതിന് നിങ്ങളുടെ കൂടെ സപ്പോർട്ട് വേണം. ഞാൻ മാത്രം അങ്ങനെ പറഞ്ഞിരുന്നാൽ പോരാ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്കിപ്പോൾ എന്തും നടക്കുള്ളൂ. ഓക്കെ ബോട്ടിൽ കയറാൻ പറപ്പിച്ചങ്ങ് കിട്ടോ. ഓക്കെ പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിച്ചിട്ട് നിങ്ങളെ വിടാം. നമ്മളിവിടെ പുതിയൊരു വില്ലേജ് കണ്ടുപിടിച്ചു. ഇത് പുതിയ തന്നെയാ? അല്ലടാ, ഞങ്ങൾക്ക് അറിഞ്ഞി തന്നെ ആ വില്ലേജിൽ തന്നെ എത്തി. അത് ശരി. ഞാൻ ഇത് കൂടെയൊക്കെയോ പോയി ഏതോ സ്ഥലമെത്തി. ഏതോ പുതിയൊരു വില്ലേജ് ആണെന്നൊക്കെ വിചാരിച്ചു. എന്തായാലും നിങ്ങളെ ബോറടിപ്പിക്കണ്ട ഗൈസ്. ഇത് നോക്ക് ഗൈസ്. ആർമറിനെ അങ്ങോട്ട് നോക്ക്. നമ്മുടെ തോളത്താരാ നോക്കൂ. ഒരു തത്ത. ഞാനിങ്ങനെ തത്തനെയൊന്നും വേണ്ട പറഞ്ഞിരിക്കുകയായിരുന്നു. തത്തനെയൊക്കെ വെറുതെ എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുക. നമുക്കൊരു പാണ്ടർ എന്നൊരു തോന്നുന്നു. ഏതോ ഈ ബൊമ്പനി ഒരു പാണ്ട അടുത്തെവിടെയും ഉണ്ടോ? നമുക്ക് ദൂരത്തേക്ക് പോകാൻ പറ്റും. അവിടെ നമ്മൾ സ്പോണായതിൻ്റെയും അപ്പുറത്ത് എവിടെയോ ആണൊരു പാണ്ട മുതലുണ്ട്. ബാംബൂ ഫോറസ്റ്റ് അല്ല. ഇപ്പോൾ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഒരു പാണ്ട ഉണ്ടാവും. കയറിയോ? ഇതിനെന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് കണ്ടുപിടിച്ചിട്ട് വിളിക്കാം. നമ്മളിത് അവിടെ മേലെ കുറച്ച് അയൺ കണ്ടു. അതെടുക്കാനുള്ള പുറപ്പെടാൻ. എന്തോ ഒരു ഫ്ലോട്ടിങ് കല്ലൊക്കെ അവിടെ. നല്ല രസമില്ലത്. ഇനിയിപ്പോൾ എന്തായാലും ഞാനിപ്പോൾ അയൺ എടുക്കാൻ അങ്ങോട്ട് വന്നു. ഒരു ഫ്ലോട്ടിങ് കല്ലിനും കൂടെ കയറിപ്പോ. ഓക്കെ ബോട്ട് എടുത്തു. ഇനി നമുക്ക് അത് കയറെത്തണം. അവിടെ എത്തിയിട്ട് നിങ്ങൾ വിളിക്കാം. നമ്മൾ കയറുമ്പോൾ എവിടെയും കുറച്ച് അയൺ കണ്ടു. അപ്പോൾ ഇതും കൂടെ എടുത്തിട്ട് പോവാം. അപ്പോൾ ഇനിയും ഉണ്ടോ? ഇനി ഉണ്ടാവില്ല. ഇല്ല. ഇനി മേലെ ഉണ്ട്. നമ്മൾ നേരത്തെ കണ്ടത്. കുറച്ച് കോളം എടുക്കാം. അതൊക്കെ സ്മെൽറ്റ് ചെയ്യാം. ഒന്നോ ഈ കോള സ്റ്റോർ ഇങ്ങനെയല്ലേ നിറച്ചുണ്ടാവും. അത്
കോൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ എക്സ്പിയും കിട്ടും. അതും നല്ലൊരു കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് കുറച്ച് കോളും കൂടെ എടുക്കാം. ആവശ്യം വരും. അത് സ്മെൽറ്റ് ചെയ്യാൻ എന്തായാലും ആവശ്യം വരും. കാരണം എൻ്റെ കയ്യിൽ കോളൊന്നും ഇല്ല അത്രയ്ക്ക്. ഇവിടെ തന്നെ കൂടി കിടന്നുറങ്ങാം. പിന്നെ രാവിലെ എണിച്ചിട്ട് അങ്ങോട്ട് മേലേക്ക് പോവാം. ഓ സൺസെറ്റും ഒക്കെ സീന്. യെസ്, നമ്മളങ്ങനെ ഇവിടെ എത്തി. പിന്നെ നമുക്ക് ഞാനൊക്കെ മെയിൻ ചെയ്തെടുക്കണം. 1 2 1 അവിടെ കുറേ ഉണ്ടല്ലോ. 3 4 5 6. ഇനി മേലെ ചടിക്കൂ, ചാടിക്കറിക്കൂ. എത്ര ഉള്ളൊക്കെ ഇവിടെ ആയിരുന്നു. പിന്നെ അങ്ങോട്ടുണ്ടോ? ഒരു ചെറിയ ലാഗ് ഉണ്ട്, വേറൊന്നുമില്ല. ഇതാ ഫ്ലോട്ടിങ് ആയാലും നോക്ക്. രസമുണ്ട്. ഓക്കെ, ഞാൻ അയൺ എടുക്കാൻ അങ്ങോട്ട് വന്നു. 12 അയണായി. അയൺ നമുക്ക് ഇവിടെ തന്നെ അങ്ങോട്ട് സ്മെൽറ്റ് ചെയ്യാൻ വെച്ചാലോ? ഇപ്പോൾ വേണ്ട. എൻ്റെ കയ്യിൽ പിന്നെ ഒരു 2 അയണും കൂടെ ഉണ്ട് എക്സ്ട്രാ. ഇവിടെ നിന്ന് വെള്ളത്തേക്ക് ചാടാൻ പറ്റും. പറ്റും. ഫസ്റ്റ് ട്രാവലിംഗ് മെത്തേഡാണ്. ഞാനിങ്ങനെ ബോട്ടിൽ പോയിരുന്നു. അപ്പോഴാണ് ഞാൻ അങ്ങനെ വിചാരിക്കായിരുന്നു അയണിൻ്റെ ആവശ്യമുണ്ടെന്ന്. വീണ്ടും എന്തോ ലാഗ് ഉണ്ട്. എന്തായാലും നമുക്ക് ഇനിയിപ്പം ഞാൻ ഇതിലും നല്ലൊരു സ്ഥലം നോക്കി നടക്കുന്നുണ്ട്. ഞാൻ 10 ഇപ്പോഴും എൻ്റെ തോളിൽ തന്നെ ഉണ്ടാവും. അതൊക്കെ പോയിട്ടുണ്ടാവുമല്ലോ. പോയത്. അപ്പോൾ അതാണ് ആ തത്ത. അല്ലാതെ അതാണെന്ന് തോന്നുന്നു. അത് പോട്ടെ. ഇനിയിപ്പോൾ നമുക്ക് അങ്ങോട്ട് ഓഷ്യനിക്ക് പോകണോ അതോ ഇവിടെ ഒരു ബേസ് സെറ്റ് ചെയ്തിട്ട് ഇവിടെ സെറ്റിലാവും. ഇവിടെ തന്നെ അങ്ങോട്ട് ഒരു സ്ഥാനം ഉറപ്പിച്ചാലും അതന്നെയാട്ടെ എൻ്റെ താത്ത. നമുക്ക് ഓഷ്യനിക്ക് പോവാം. ഇതാ കെൽപ്പൊക്കെ കാണാൻ തുടങ്ങി. ഇനി എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് കണ്ടുപിടിച്ചിട്ട് ഞാൻ ബാക്കി ചെയ്യാം. നമ്മളിതാ വേറെ എവിടെയോ എത്തി. ഇതിൽ കൂടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. എനിക്ക് തോന്നുന്നു ഇതൊരു ഐലൻഡാണ്. ഒരു ഫോറസ്റ്റ് ഉള്ള ഒരു ഐലൻഡ് ആണെന്നാണ് തോന്നുന്നത്. അല്ല, അപ്പുറത്തേക്ക് ഇനിയും ഉണ്ട്.
അവിടെ കുറച്ച് അയൺ ഉണ്ടോ? എടുക്കാൻ പോയല്ലോ. അങ്ങോട്ട് പോവാം. എനിക്ക് അയണിൻ്റെ നല്ല ആവശ്യമുണ്ട്. കുറച്ച് ഗ്രാസ് എടുത്തിട്ട് പോവാം. എവിടെ എൻ്റെ ഷവല്? എപ്പോഴാണ് ഷവലിൻ്റെ ഉപയോഗമാവും? ബിൽഡിംഗ് ബ്ലോക്സ് ആയിട്ട് എന്തെങ്കിലും കാണാം. അത് വേറെ കയറിപ്പോൾ അതിനുവേണ്ടി കുറച്ച് ഗ്രാസ്, കുറച്ച് നല്ല കുറച്ച് അധികം. ഓക്കെ, എത്ര മതി? 32 ആയിട്ടുണ്ട്. ബാംബൂവിൻ്റെ ഓരം വെക്കാം. 2-3 ഗ്രാസ് അല്ല മോനെ, ഡേർട്ട്. ദിസ് ഈസ് ഡേർട്ട്. ഓക്കെ, എന്നെ കഷ്ടപ്പെട്ട് അതിൻ്റെ മേലെ വലിഞ്ഞു കയറണം. അപ്പോൾ അവിടെ എത്തിയിട്ട് ഞാൻ നിങ്ങളെ വിളിക്കാം. ഓക്കെ, അങ്ങനെ അവിടെ എത്തിയിട്ടുണ്ട്. ഇനി അയണൊക്കെ എടുക്കാം. ഉണ്ടല്ലോ കുറച്ച് നിറയെ ഉണ്ടായാൽ മതിയായിരുന്നു. പ്ലീസ് ഇതിൻ്റെ ബാക്കിക്ക് ഉണ്ടോ? ഉണ്ട്. പ്ലീസ് അതിൻ്റെ ബാക്കിക്ക് ഉണ്ട്. ഇതിൻ്റെയും ബാക്കിക്ക് ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞില്ലേ. മൊത്തം എത്രയായി? 23 എന്തോ മതിയെന്ന് ഫുൾ അയാൾ ആർമർ ഉണ്ടാക്കാൻ. ജമ്പു കറുക്കു ജമ്പു 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 കറുക്കു ചടിക്കു ജമ്പു കറുക്കു ഇങ്ങോട്ട് കൊടുക്കണം. കറുക്കു ഇങ്ങനെ. ഓ, ഇവിടെ അടിപൊളിയുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് 1 ബ്ലോക്ക് പോലെ. ഓക്കെ, അവിടെ ഇവിടെ ഒന്നുമില്ല. പിന്നെ നമുക്ക് തിരിച്ചു പോവാം. നമുക്കത് അവിടെ തന്നെ ബെഡ് വെച്ചിട്ടുണ്ട് കിടക്കാം. ഓക്കെ, വേറെ ഫുള്ളായിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. അപ്പോൾ ഇതുവരെ കണ്ടവരെല്ലാവർക്കും താങ്ക്സ്. അടുത്ത വീഡിയോ ബൈ.